മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയവും അതിന്റെ വിജയവും അവകാശപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ്. ഇതിനു മുൻപുള്ള ഒരു സർക്കാരും ഇത്തരം ഒരു ആശയം പരീക്ഷിച്ചിട്ടില്ല എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആശയങ്ങളുടെ ദീർഘവീക്ഷണമാണ് പ്രകടമാക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയഗാഥ പ്രകടമാക്കി ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ വലിയ കുതിപ്പ്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലാണ് കുത്തനെയുള്ള വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 47% വർധനയോടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി $12.4 ബില്യൺ എത്തിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നു. ഇത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയഗാഥയാണ് എന്നും 2014-15 മുതൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം $31 ബില്യൺ നിന്ന് $133 ബില്യൺ വർദ്ധിക്കാൻ കാരണമായെന്നും മന്ത്രി കുറിച്ചിരിക്കുന്നു. ഇന്ത്യൻ സർക്കാർ കൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എല്ലാ അർത്ഥത്തിലും ഒരു ആഗോള ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ആവശ്യമായ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ സവിശേഷത. ഇലക്ട്രോണിക്സിന്റെയും ഓട്ടോമൊബൈൽ നിർമ്മാണ മേഖലയിലും ഇന്ത്യ മുന്നോട്ട് തന്നെയാണ്. വലിയ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വികസനവും വിദേശ നിക്ഷേപവും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യങ്ങൾ. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത, അതാണ് ഇന്ത്യയുടെ പരമപ്രധാനമായ ഒരു ലക്ഷ്യം. നമ്മുടെ ആയുധങ്ങളെ ബഹുമാനിക്കണം, എന്നാൽ ലോകവും അവയും വിശ്വസിക്കും. NIAOയുടെ സ്വാവലംബൻ സെമിനാറിൽ സംസാരിച്ച സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഇവ. മോദി പറഞ്ഞത് വളരെ വലിയ ഒരു തത്വമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് വിലയുണ്ടെങ്കിൽ മാത്രമേ ലോകത്തെ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമ്മൾ വിലമതിക്കുന്നില്ല എങ്കിൽ ലോകം നമ്മിൽ നിക്ഷേപിക്കുമെന്ന് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാനാകും? നമ്മുടെ ആയുധങ്ങളെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ലോകവും അവയെ വിശ്വസിക്കും. ബ്രഹ്മോസിലൂടെ ഓപ്പറേഷൻ സിന്ദൂറിൽ വരെ നമ്മൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവയ്ക്ക് വേണ്ടി ലോകം മുന്നോട്ട് വന്ന കാഴ്ചയാണ് നാം കണ്ടത്. നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി 2014 വെറും 2 മൊബൈൽ നിർമ്മാണ യൂണിറ്റുകളിൽ നിന്ന് ഇന്ന് 300-ലധികം യൂണിറ്റുകളായി ഇന്ത്യയിലെ ഉൽപാദന മേഖല വളർന്നിരിക്കുകയാണ്. ഒരു മൊബൈൽ ഇറക്കുമതി രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാവായി ഇന്ത്യ മാറി. ഇത് നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. സോളാർ മൊഡ്യൂളുകൾ, നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ, ചാർജർ അഡാപ്റ്ററുകൾ, ഇലക്ട്രോണിക് ഭാഗങ്ങൾ എന്നിവയും നമ്മുടെ കയറ്റുമതി ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ്. ഇലക്ട്രോണിക്സ് മേഖല വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. 2014-15 38,000 കോടി രൂപയായിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങളുടെ കയറ്റുമതി. കഴിഞ്ഞ ദശാബ്ദത്തിനിടെ 8 മടങ്ങ് വർദ്ധിച്ച് 2024-25 3.27 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. 2014-15 ഇന്ത്യയിൽ വിറ്റ മൊബൈൽ ഫോണുകളിൽ 26% മാത്രമാണ് രാജ്യത്ത് നിർമ്മിച്ചത്. ബാക്കിയുള്ളവ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇന്ന് രാജ്യത്ത് വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും 99.2% ആഭ്യന്തരമായി നിർമ്മിച്ചവയാണ്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിന്റെ മൂല്യം 2014 സാമ്പത്തിക വർഷത്തിലെ 18,900 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 4,22,000 കോടി രൂപയെ കുതിച്ചുയർന്നു. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രതിരോധ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് അവസരമൊരുക്കിയ ഒരു പദ്ധതിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആയുധ കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടാൻ ഇന്ത്യയെ സഹായിച്ചതും ഈ ഒരു പദ്ധതി തന്നെയാണ്. സമീപഭാവിയിൽ ഇനിയും ഇന്ത്യയുടെ റാങ്ക് മെച്ചപ്പെടുകയും ചെയ്യും. സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ആയുധ ഇറക്കുമതിയിൽ 2015 ശേഷം 32% കുറവ് ഉണ്ടായിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വൻ വിജയമായാണ് ഇതിനെയും വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ 56% റഷ്യയിൽ നിന്നാണ്, 14% ഇസ്രയേലിൽ നിന്നും, 12% ഫ്രാൻസിൽ നിന്നുമാണ്. UPA സർക്കാരിന്റെ ഭരണകാലത്ത് ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തായിരുന്നു അമേരിക്ക. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വരവോടെ 51% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് മോദി സർക്കാരിന്റെ ഭരണകാലത്തുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. ന്യൂസ് ഡെസ്ക് കർമാനസ്.